ഏതൊരാൾക്കും ഒരു അവധിയുണ്ട്. ആ ഒരു ദിനത്തിൽ നല്ല സന്തോഷത്തോടെ ആയിരിക്കണം നമുക്ക് പിരിഞ്ഞു പോകാൻ. നശ്വരമായ ഈ ലോകത്തിൽ സകല സുഖലീലകളും തിമിർത്താടി ജീവിക്കേണ്ടതല്ല നിന്റെ ഈ ജീവിതം. കർമ്മം തന്നീരായിട്ട് വേണം നമുക്ക് ആ മരണ തുറമുഖത്തടയാൻ. ആത്മീയ രാഗത്തിന്റെ അനുഭൂതി നുകരുന്ന മനുഷ്യ ശരീരത്തെ ഒരു കപ്പലിനോട് ഉപമിച്ച് കുഞ്ഞാലി മുസ്ലിയാർ തന്റെ കപ്പപ്പാട്ടിലൂടെ പാരത്രിക ലോകത്തെ എങ്ങനെയാണ് വർണ്ണിക്കുന്നതെന്ന് നമുക്ക് കാതോർക്കാം. വീട്ടാലയും നാളുള്ള ഓട്ടം കളിക്കാൻ അയ്യോ ഓരോമൽ കരയേറ്റം നാളിൽ പറയും ഈട്ടവഴി വെള്ളം കേട്ട മാലാങ്കി കമ്പയും കാലാഞ്ചി കേട്ട വായാട്ട് ചായുമ്പോ മേറ്റ കൂടാതെ വമ്പർ സീരാക്കും അമ്പലോരും വന്നു. ഈ ചെറിയ കാലത്ത് ജീവിതം തിന്മകൾ കൊണ്ട് മൂടിക്കുളിച്ച് എന്റെ ജീവിതത്തെ നശിപ്പിക്കരുത്. മരണം എന്നെ കാത്തു കിടപ്പുണ്ടെന്ന ചിന്ത നിനക്ക് എപ്പോഴും ഉണ്ടാകണം. നീ നിന്റെ ജീവിതം നന്മകൾ കൊണ്ട് സമ്പന്നമാക്കുകയാണെങ്കിൽ റബ്ബ് നിനക്ക് ഒരുപാട് സന്തോഷങ്ങൾ തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ മാലാഖി, ചെറിയ കയർ, കമ്പ അഥവാ വലിയ കയർ, ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് അവന്റെ റബ്ബ് അവന്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന രണ്ട് അഭയസ്ഥാനങ്ങളാണ്. അതുകൊണ്ട് നീ ചുട്ടുകൊള്ളുന്ന ആ നഗരഗണിയെ തൊട്ട് നിന്റെ റബ്ബിനോട് കാവൽ ചോദിച്ചുകൊണ്ടേയിരിക്കണം. മന്നാരുടെ പരദീസ നീ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കണം. നിന്റെ ജീവിതം നിനക്ക് അനർത്ഥമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ജീവിതത്തെ യഥാർത്ഥ സ്നേഹത്തിന് വിട്ടുകൊടുക്കണം. ആ യഥാർത്ഥ സ്നേഹത്തിൽ നീ സ്വർഗീയ ആരാമത്തിലെത്താൻ നമുക്ക് സാധിക്കട്ടെ. ആ ഹക്കായ സ്നേഹത്തെ അനർജീവനീയമായ തലത്തിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഹാജി അബ്ദുൾ റസാഖ് മസ്താൻ. നല്ല മനക്കരുത്തോടു കൂടെ ഹൂഹു എന്നുള്ള ദിക്ർ നീ പതിവാക്കിക്കോ. സൂഫിയാക്കൾ അവരുടെ യഥാർത്ഥ മർത്തബത്തിലേക്ക് എത്തുമ്പോൾ ഈ ദിക്ർ കൊണ്ട് സമ്പന്നമാക്കിയവരായിരുന്നു. ഹിക്മത്ത് തന്നെ കയ്യിൽ മക്കറുവാൻ ഫറലുണ്ട്. ഹിക്മത്തിൽ ഇസ്ബാത്ത് ദാത്തും സിഫാത്തുണ്ട്. ഹിക്മത്ത് തന്നെ കയ്യിൽ മക്കറുവാൻ ഫറലുണ്ട്. ഹിക്മത്തിൽ ഇസ്ബാത്ത് ദാത്തും സിഫാത്തുണ്ട്. ഹിക്മത്ത് അഥവാ അടിസ്ഥാന തത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കലിമത്ത് തൗഹീദാണ്. കലിമത്ത് തൗഹീദിന് 4 ഫർളുകളുണ്ട്. ഓരോ ഫർളിക്കും 10 വിധം ഷർത്തുകൾ ഉണ്ട്. നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദാത്തിനെ സുബൂത്താക്കിക്കോ. അവനില്ലാതെ മറ്റൊരു വജൂദും ഇന്ന് നീ ലോകത്തില്ല. ആ സുബൂത്താക്കലിലൂടെ തൗഹീദിലൂടെ നിന്നുള്ള ഈമാനിലറിയാം. നിന്റെ മനസ്സിലുണ്ടെങ്കിൽ നിന്റെ മനസ്സിലെ എല്ലാ വൈകാര്യങ്ങളും ദേഷ്യങ്ങളും അങ്ങ് മാറിക്കിട്ടും. ഇവിടെ കാണുന്ന എല്ലാ അഫ്ആലുകളുടെയും കർത്താവ് അല്ലാഹുവാണ് എന്ന ചിന്ത എനിക്ക് എപ്പോഴും ഉണ്ടാകണം. അതിനൊക്കെ എപ്പോഴും ഒരു കാവലായിക്കൊണ്ടേയിരിക്കും. നമ്മിൽ മൗനം പൂണ്ട്
തൗഹീദതിൽ നീട് ഹമ്മദമ്മിലോ ഉള്ളത്തിൽ നീ പാട് ഹമ്മദമ്മിലോ ഉള്ളത്തിൽ നീ പാട് ഹമ്മദമ്മിലോ ഉള്ളത്തിൽ നീ പാട്. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് കലിമത്ത് തൗഹീദിന്റെ 4ാമത്തെ ഫർളാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കലാണ്. അനുരാഗത്തിലൂടെ അനുഭൂതിയിലൂടെ ഇലാഹിയാണ്. ഹമ്മദമ്മിലോ ഉള്ളത്തിൽ പാട്